വയനാട്ടിലെ ആളെക്കൊല്ലി ആന ബേലൂർ മഗ്ന വീണ്ടും ജനവാസ മേഖലയിൽ. മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. കർണാടക ബൈരക്കുപ്പയിലേക്ക് കടന്ന ആന കബനി നദി നീന്തിക്കടന്നാണ് വീണ്ടും കേരളത്തിലെത്തിയത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഞ്ജന, വീണ്ടും ആശങ്കയുടെ നിമിഷങ്ങളിലൂടെയാണ് വീണ്ടും വയനാട് കടന്നു പോകുന്നത്. 3 ദിവസമായി പൂർണ്ണമായും കർണാടക അതിർത്തിയിലും കർണാടകയ്ക്കുള്ളിലും നിലയുറപ്പിച്ചിരുന്ന ബെല്ലൂർ മുഴ വീണ്ടും കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ കേരള അതിർത്തിയിൽ നിന്നും 3 കിലോമീറ്റർ അകലെയായിരുന്നു ഇത്തരത്തിൽ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ ദൗത്യ സംഘത്തിനും നാട്ടുകാർക്കുമെല്ലാം വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയില്ലെന്ന ആശങ്കയുണ്ടെങ്കിലും മറിച്ച് ഈ ജനവാസ മേഖലയിൽ നിന്നും മാറി കർണാടകയിലെ ഉൾവയനത്തിലായിരുന്നു ഇത്തരത്തിൽ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാത്രിയോടെ തന്നെ ഈ കബനി നദി കേരളവും കർണാടകയും തമ്മിലുള്ള ഈ കബനി നദി നീന്തിക്കടന്ന ആന വീണ്ടും ഈ കേരളത്തിന്റെ അകത്തേക്ക് എത്തിയിരിക്കുകയാണ്. മുള്ളംകൊല്ലി പെരിക്കല്ലൂർ മരക്കടവ് പ്രദേശത്താണ് നിലവിൽ കാട്ടാനയുടെ സാന്നിധ്യം. ഇതിന് സമീപത്തുള്ള ഒരു പള്ളിക്ക് സമീപമുള്ള ഒരു തെങ്ങിൻ തോട്ടത്തിലാണ് ഈ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്ന് 11ാം ദിവസമാണ് ഈ ദൗത്യം. ഈ 11 ദിവസത്തിനിടെ ഏറ്റവും വലിയ ജനവാസ മേഖലയിലേക്കാണ് നിലവിൽ ഈ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ ദൗത്യ സംഘവും നാട്ടുകാരുമെല്ലാം ജാഗ്രതയിലാണ്, വലിയ ആശങ്കയിലുമാണ്. നിലവിൽ മുള്ളക്കൊല്ലി പഞ്ചായത്തിലെ ഈ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയോ ചെയ്തിട്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുകയാണ്. എന്തായാലും വീണ്ടും ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ബെല്ലൂർ മുഴ വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയിരിക്കുകയാണ്. ഈ 11 ദിവസമായി നിലവിൽ ഈ ആനയെ പിടികൂടാൻ വനംവകുപ്പ് അധികൃതർക്ക് കഴിഞ്ഞില്ല. അതിനാൽ തന്നെ ജനങ്ങളുടെ രോഷവും വർദ്ധിക്കുകയാണ്. എന്തായാലും ആന ഇപ്പോൾ ജനവാസ മേഖലയ്ക്ക് സമീപമുണ്ട്. ശരി ശ്രീജിത്ത്. വയനാട്ടിലെ ആളെക്കൊല്ലി ആന ബേലൂർ മഗ്ന വീണ്ടും ജനവാസ മേഖലയിൽ. മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. കർണാടക ബൈരക്കുപ്പയിലേക്ക് കടന്ന ആന കബനി നദി നീന്തിക്കടന്നാണ് വീണ്ടും കേരളത്തിലെത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത്.